തിരുമലൈ നായക്കരുടെ ഭരണകാലത്ത് പോർച്ചുഗീസ്, ഡച്ച്, മറ്റു യൂറോപ്യൻ വ്യാപാരികൾ, മിഷണറിമാർ, സഞ്ചാരികൾ എന്നിവർ മധുരയിൽ ധാരാളം വന്നിരുന്നതുകൊണ്ടാകാം കൊട്ടാരം രൂപകൽപ്പന ചെയ്യാൻ രാജാവ് ഒരു ഇറ്റാലിയൻ വാസ്തുശില്പിയെ നിയമിച്ചുവെന്നും അതിനാൽ ഇതൊരു ദ്രാവിഡ ഇറ്റാലിയൻ വാസ്തുശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. എന്നാൽ ഇതൊരു ഇൻഡോ സാഴ്സനിക് അഥവാ ഇൻഡോ ഗോത്തിക് ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ചിലരും, അതല്ല ഇതൊരു ഇൻഡോ ഇസ്ലാമിക് പേർഷ്യൻ സ്വാധീനം ഉണ്ടായിരുന്ന വിജയനഗര ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് ചില കലാചരിത്രകാരന്മാരും വാദിക്കുന്നു. എന്തുതന്നെയായാലും ഈ കൊട്ടാരത്തിന്റെ വാസ്തുവിദ്യ തികച്ചും മനോഹരമാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് കമ്പനി പട്ടാളത്തിന് ഉപയോഗിക്കാനുള്ള ധാന്യങ്ങളും വെടിമരുന്നുകളും മറ്റും സൂക്ഷിക്കുന്ന സംഭരണശാലയായും പിന്നീട് ബ്രിട്ടീഷ് സർക്കാരിന്റെ കീഴിൽ ഒരു സൈനിക താവളമായും തുണികളും കടലാസും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയായും അവർ ഈ കൊട്ടാരത്തെ ഉപയോഗിക്കുകയും കൊട്ടാരത്തിന്റെ ഭാഗമായിരുന്ന പല കെട്ടിടങ്ങളും പിന്നീട് പൊളിച്ചു നീക്കിയതിനോടൊപ്പം കൊട്ടാരത്തിന്റെ പ്രൗഢി പൂർണ്ണമായും നശിച്ചു. എന്നിരുന്നാലും 1866 മുതൽ 1872 വരെ മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് നേപ്പിയർ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളോടെ കൊട്ടാരം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും തമിഴ്നാട് സർക്കാർ നടത്തിയ നിരവധി നവീകരണ പ്രവർത്തനങ്ങളോടെ കൊട്ടാരം ഇന്നത്തെ അവസ്ഥയിലെത്തി. കൂടാതെ 1970 വരെ ഈ കൊട്ടാരം മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മധുര ജില്ലയുടെ കച്ചേരി അഥവാ ജില്ലാ കോടതിയായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. സഞ്ചാരികൾക്ക് പുറമെ സിനിമാക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനാണ് ഈ കൊട്ടാരം. ബോംബെ, ഗുരു തുടങ്ങിയ ഒട്ടനവധി ഹിന്ദി, തമിഴ് ചിത്രങ്ങളിലെ ഗാനരംഗങ്ങൾ ഈ കൊട്ടാരത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാത്രി 6:45 മുതൽ 7:35 വരെ ഇംഗ്ലീഷിലും 8 മുതൽ 8:50 വരെ തമിഴിലുമായി ചിലപ്പതികാരത്തിന്റെ കഥ ചിത്രീകരിക്കുന്ന ഒരു സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോയും ഇവിടെയുണ്ട്.